Hello guys, welcome to my YouTube channel From Her Life. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് എന്ന് പറയുന്നത് സെന്റ് മാർട്ടിൻ ഡേ എങ്ങനെയാണ് ജർമ്മനിയിൽ ആഘോഷിക്കുന്നത്, ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് സെന്റ് മാർട്ടിൻ ഡേയിൽ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഒരു ഫാം ഹൗസിലേക്കാണ്. കിൻഡർ ഗാർഡൻ ഈ ഫാം ഹൗസിൽ വെച്ചിട്ടാണ് നമ്മുടെ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ സെന്റ് മാർട്ടിൻ ഡേ എന്ന് വെച്ചാൽ. എനിക്കറിയാം നിങ്ങൾക്ക് സെന്റ് മാർട്ടിൻ ഡേ എന്താന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം എന്താ കണ്ടില്ലോ, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. നമ്മളുടെ കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെയാണ് ഇത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. കുട്ടികൾ ഒരു തെരുവ് നാടകം അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് സെന്റ് മാർട്ടിൻ ഡേയിൽ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെന്റ് മാർട്ടിൻ ചെയ്ത കാരുണ്യ പ്രവർത്തനം എന്നൊക്കെ ഉള്ളതാണ് ഈ തെരുവ് നാടകത്തിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ കോപ്പിറൈറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ പാട്ടോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വോയിസ് ഓവറിൽ കൂടി കഥ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ നാടകം കണ്ടോ, ഞാൻ വിശദീകരിച്ചു തരാം. ഓക്കെ, അപ്പം സെന്റ് മാർട്ടിൻ എന്ന് പറയുന്നത് ഒരു റോമൻ പടയാളിയായിരുന്നു. AD 316 പുള്ളിക്കാരൻ പടയാളിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്. ദരിദ്രരോടുള്ള കാരുണ്യത്തിനാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. അതിശൈക്യമുള്ള ഒരു ദിവസം ഒരു യാചകൻ ഇങ്ങനെ ഓരോ വീടുകളായിട്ട് കയറി ഇറങ്ങുകയാണ്. എന്നെ സഹായിക്കുമോ, നിങ്ങൾ എന്നെ സഹായിക്കുമോ, എനിക്കൊരു അഭയം തരുമോ, എനിക്കൊരു വസ്ത്രം തരുമോ എന്നൊക്കെ പറഞ്ഞ് നാടകത്തിൽ ഇതാ ദരിദ്രൻ ഇങ്ങനെ ഓരോ വീടുകളായിട്ട് കയറുകയാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവരിങ്ങനെ പറയും, പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തണുത്ത് വിറച്ച ആ യാചകനെ കണ്ടപ്പോൾ മാർട്ടിൻ തൻ്റെ മേലങ്കി വാളുകൾ കൊണ്ട് മുറിച്ച് ആ യാചകന് നൽകി. ആ ഒരു കഥയാണ് നമ്മളുടെ തെരുവ് നാടകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി മാർട്ടിൻ ഉറങ്ങുമ്പോൾ അതാ ദൈവം ഈ യാചകന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം സൈന്യം ഉപേക്ഷിച്ച് സഭയിൽ ചേർന്നു. അതിനുശേഷം സെന്റ് മാർട്ടിൻ ഒരു ബിഷപ്പായി. യൂറോപ്പിൽ പല രാജ്യത്തിലും ഈ ദിവസം വിവിധ തരം ആചാരങ്ങളായി അനുഷ്ഠിക്കുന്നു. അപ്പം ഇതാണ് സെന്റ് മാർട്ടിൻ ഡേയുടെ പിന്നെയുള്ള ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാടകം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതാ നാടകത്തിൽ കൂടെ സെന്റ് മാർട്ടിൻ, ഒരു കുഞ്ഞു സെന്റ് മാർട്ടിൻ നടന്നു വരുന്ന കണ്ടോ. കുതിരയിലൊക്കെ ഒരു കുഞ്ഞു സെന്റ് മാർട്ടിൻ വന്നു. ഇതാ യാചകനോട് ചോദിക്കുകയാണ്, യാചക, നിനക്ക് എന്താണ് വേണ്ടത്, എന്തെങ്കിലും സഹായം വേണോ, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ. അതെ, യാചകൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് തണുക്കുകയാണ്, തണുത്ത് വിറങ്ങലിക്കുകയാണ് ഞാൻ, എന്നെ സഹായിക്കാൻ പറ്റുമോ? അങ്ങനെ ദാ സെന്റ് മാർട്ടിൻ തൻ്റെ മേലങ്കി മുറിച്ച് യാചകന് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സെന്റ് മാർട്ടിൻ കാരണം കുട്ടികളിൽ അനുകമ്പയും കാരുണ്യവും ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പം സെന്റ് മാർട്ടിൻ്റെ നാടകം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾക്ക് സെന്റ് മാർട്ടിനെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗീവർഗീസ് സഹതയെ പോലെയാണ്. അതെ, നമ്മളും വിശ്വസിക്കുന്നില്ലേ ഗീവർഗീസ് പുണ്യാളനെ? അതുപോലെയാണ് ഇവർ സെന്റ് മാർട്ടിനെ ഇവിടെ വിശ്വസിക്കുന്നത്. ഗീവർഗീസ് സഹതയും കാരുണ്യം നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. സെന്റ് മാർട്ടിനും കാരുണ്യം നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. ഗീവർഗീസ് സഹതയും ഒരു റോമൻ പടയാളിയായിരുന്നു, സെന്റ് മാർട്ടിനും ഒരു റോമൻ പടയാളിയായിരുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഞാനൊന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇനിയും അടുത്തത് ഇതെൻ്റെ മോൻ്റെ ഫ്രണ്ട്സുമാണ് കേട്ടോ. അവരൊക്കെ കുഞ്ഞു കുഞ്ഞു വർത്തമാനമൊക്കെ പറയാണ് നമ്മളുടെ നാടകമൊക്കെ കഴിഞ്ഞിട്ട്. ഇനി ഇവിടെ പേരൻസ് അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞ് ബാൻഡ് മ്യൂസിക്കാണ് ഓക്കെ അടുത്തതായിട്ട്. അതിനു മുമ്പേ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ഓടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാൻഡിൻ്റെ മ്യൂസിക് ഇപ്പോൾ തുടങ്ങും. നിങ്ങൾക്ക് കുറച്ച് മ്യൂസിക്
മ്യൂസിക് ഒക്കെ കഴിഞ്ഞ് പേരൻസ് കുട്ടികളെ കൂട്ടി പദയാത്രയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവരുടെ കയ്യിലൊക്കെ തൂക്കുവിളക്കുകൾ കണ്ടോ? അവർ സ്വന്തമായി ഉണ്ടാക്കിയ തൂക്കുവിളക്ക് പിടിച്ചാണ് അവർ പദയാത്രയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ആ 50 കുട്ടികളുള്ള കിൻഡർ ഗാർഡനിലെ ആൾക്കാരാണ് ഇത്രയും. ഗ്രാൻഡ് പാരൻസും പേരൻസും ഒക്കെ ചേർന്നിട്ട് ഇത്രയും ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും നടക്കാൻ ആരംഭിക്കുകയാണ്. സന്ധ്യ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. ജർമ്മനിയിൽ ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കുന്നിൻ പുറത്താണ് ഞങ്ങളുടെ ഈ ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൂടി കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇതാ കണ്ടോ, കുഞ്ഞു ലാമ്പുകളൊക്കെ ഓടി വരുന്നുണ്ട്. കുഞ്ഞു ചെമ്പരിയാടുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അതൊരു ഫാമാണ്, ഇതൊരു ഫാം പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കൃഷികളാണ് ഇവിടെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കൃഷിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുവഴി നടന്ന് നമ്മളുടെ ഈ പദയാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ കൂടെ. നോക്കൂ, നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ആ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുകയാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒന്നും കൂടെ അവിടെ നിന്ന് പാട്ടുപാടി നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ മുമ്പോട്ട് നടക്കും. കാരണം കുട്ടികൾക്ക് ഈ തണുപ്പത്ത് ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ലല്ലോ. കൂടിപ്പോയാൽ നമ്മൾ ഒരു 500 മീറ്ററൊക്കെ നടന്ന് മുമ്പിലേക്ക് പോയി കാണും. ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ പദയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇങ്ങനെ ചെറു പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതെൻ്റെ കൂട്ടുകാരിയാണ്. ഹായ് പറയുന്നുണ്ട്. സൂസി എന്നാണ് അവളുടെ പേര്. സൂര്യൻ മുഴുവനായിട്ട് ഇങ്ങനെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളൊക്കെ അവിടെ ഹാപ്പി ആയിട്ട് ഓടി കളിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ബാൻഡൊക്കെ ഒന്നും കൂടി പ്ലേ ചെയ്ത് ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ അവർ ഹാപ്പിയാണ്. അവർക്ക് ഇതെന്ന് പറയുന്നത് ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആണ്. അങ്ങനെ ബാൻഡും ബഹളവും ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ പദയാത്ര തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, സൺ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കാണ്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആ ഫാം ഹൗസിലേക്ക് പോകും. ഫാം ഹൗസിലേക്ക് പോയതിന് ശേഷം നമുക്ക് കുറച്ച് ലഘുഭക്ഷണവും ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടോ, വഴികളിലൊക്കെ ഇങ്ങനെ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഫാം ഹൗസിലേക്ക്. ഫാം ഹൗസ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പേരൻസിൻ്റെ ഒക്കെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ലാമ്പ് കൊണ്ട് ഓടി നടക്കുന്നു. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് വെച്ച് പാടിയവർക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിന് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ട് ക്യാമ്പ് ഫയർ കാണാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഫയറൊക്കെ കത്തുന്നുണ്ട്. എല്ലാവരും കൂടി ഇനി വട്ടത്തിൽ കൂടി ഇരുന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നമ്മുടെ കുഞ്ഞു പടകളാണ് കേട്ടോ. നമ്മുടെ കുട്ടി ആർമിയാണിത്. മോളുണ്ട്, മോനുണ്ട്, മോൻ്റെ കൂട്ടുകാരനുമാണ്. അപ്പം എല്ലാവരും കൂടിയിരുന്ന് ക്യാമ്പ് ഫയർ നടത്തുകയാണ്. കുട്ടികളുടെ കൈയൊക്കെ തണുത്തുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് ചൂട് കായാണ്. സൂസിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഹായ് പറയുന്നു, ഉമ്മ തരുന്നു. മോളാണെങ്കിൽ ലാമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഓടി നടക്കുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. കുട്ടികളുടെ കൈയൊക്കെ ശരിക്കും തണുത്തിങ്ങനെ ഇതാവുന്നതിനാണ് നമ്മളിങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവരതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടി കളിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ
തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടി ഓടി അതിൻ്റെ ചുറ്റും കളിക്കാൻ, അവനും എൻ്റെ കൂട്ടുകാരനും കൂടിയൊക്കെ ഇങ്ങനെ ഓടി ഓടി കളിക്കാൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം രാത്രിയിൽ അവിടുത്തെ ഡെക്കറേഷനൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലാറ്റേണെ. അതെ, ലാറ്റേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാമ്പിന് ജർമ്മനിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ലാറ്റേണയൊക്കെ തിരിച്ച് എടുത്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ കാറിൽ കയറി തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പലതരത്തിലുള്ള കൾച്ചറൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓരോ വ്ലോഗിലൂടെ. അപ്പം ഇതാണ് സെൻറ്റ് മാർട്ടിൻ ഡേയും ഇതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഞാനിനി അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു നല്ല വ്ലോഗുമായിട്ട് വരും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ബൈ, നമുക്ക് പിന്നെ കാണാം. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലട്ടെ. അപ്പം ഓക്കെ, ബൈ ബൈ. ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ശരി, എന്നാൽ നമുക്ക് പിന്നെ ഒരു വ്ലോഗിൽ കാണാം. താങ്ക് യു ഗൈസ്. Like, share, subscribe. Okay, and bye.